നമസ്കാരം. ആരാണ് ടീസ്റ്റ സെതൽവാഡ്? എന്തിനാണ് ചിലരെല്ലാം ടീസ്റ്റയെ ഭയക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാഡിന്റെ കൊച്ചുമകൾ, പത്രപ്രവർത്തകയും ആക്ടിവിസ്റ്റും ഒക്കെയായ പത്മശ്രീ നേടിയ ടീസ്റ്റ സെതൽവാഡ്. ചിലരെയെല്ലാം ഭയപ്പെടുത്തുന്നത് എന്തോ ടീസ്റ്റയിലുണ്ട്. എന്താണത്? 2002 ഗുജറാത്ത് കലാപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നതിനാൽ CBI അന്വേഷണം വേണമെന്ന് ടീസ്റ്റ വാദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ടീസ്റ്റയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയെങ്കിലും അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. പിന്നാലെ ടീസ്റ്റയുടെ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സുപ്രീം കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നിർദ്ദേശം നൽകി. 2007 മാർച്ചിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്കും മറ്റ് 61 രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സഹഹർജിക്കാരിയായിരുന്നു ടീസ്റ്റ. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സബ് രംഗ് ട്രസ്റ്റ് വഴി ഗുജറാത്ത് വംശഹത്യയിലെ ഇരകളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ടീസ്റ്റ ഇന്നും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അവർ ഗുജറാത്തിലെത്തി ഇരകളെ നേരിട്ട് കാണുകയും അവരോട് സംസാരിച്ച ശേഷം കേസുകൾ തുടരാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെ നിയമത്തിന് മുൻപിലെത്തിക്കാൻ ടീസ്റ്റ അഹോരാത്രം പ്രവർത്തിച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. 68 കേസുകളാണ് അവർ കലാപബാധിതർക്കായി നടത്തിക്കൊണ്ടിരുന്നത്. ടീസ്റ്റയുടെ ഇടപെടൽ 170-ലധികം പേർക്ക് ജയിൽ ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും അവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടീസ്റ്റ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ 2002 ഗുജറാത്ത് കലാപത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ കേസുകൾ ആദ്യമായി ഏറ്റെടുത്ത ആക്ടിവിസ്റ്റാണ് ടീസ്റ്റ. പിന്നീട് 6 വർഷത്തിന് ശേഷം കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മുൻ CBI ഡയറക്ടർ RK രാഘവന്റെ കീഴിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിലേക്ക് സുപ്രീം കോടതിയെ നയിച്ചതും ഈ ടീസ്റ്റ സെതൽവാഡിന്റെ ഇടപെടൽ മൂലമാണ്. അങ്ങനെയിരിക്കെ 2014 സബ് രംഗ് എന്ന NGOയ്ക്ക് വേണ്ടി ലഭിച്ച ധനസഹായം വ്യക്തിഗത ആവശ്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടീസ്റ്റയ്ക്കും ഭർത്താവ് ജാവേദ് ആനന്ദിനുമെതിരെ 2018 അഹമ്മദാബാദ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 2006 മതവികാരം വ്രണപ്പെടുത്തൽ, തെറ്റായ തെളിവുകൾ കെട്ടിച്ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളൊക്കെ ചുമത്തി ടീസ്റ്റയ്ക്കെതിരെ പഞ്ച്മഹൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. മുംബൈയിൽ അവരുടെ വസതിയിൽ അതിക്രമിച്ചു കയറി ഒരു നോട്ടീസോ ഒരു വാറന്റോ ഇല്ലാതെ കിടപ്പറയിൽ നിന്നാണ് ടീസ്റ്റയെ തട്ടിക്കൊണ്ടുപോകുന്ന വിധം അറസ്റ്റ് ചെയ്യുന്നത്. അഹമ്മദാബാദ് വനിതാ ജയിലിൽ ടീസ്റ്റ 2 മാസം കഴിഞ്ഞു. ജാമ്യത്തിനായി ടീസ്റ്റ ഗുജറാത്തിലെ കോടതികളൊക്കെ കയറിയിറങ്ങി. പക്ഷെ ജാമ്യം നിഷേധിച്ചു. ഒടുവിൽ ഗുജറാത്ത് ഹൈക്കോടതി നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതിയാണ് ടീസ്റ്റയ്ക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യം നീട്ടി നൽകിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ടീസ്റ്റയ്ക്ക് സ്ഥിര ജാമ്യം അനുവദിക്കുന്നത്. ഇരകൾക്ക് വേണ്ടി സധൈര്യം എഴുന്നേറ്റ് നിന്നു. അതായിരുന്നു ടീസ്റ്റ ചെയ്ത കുറ്റം. ധർമ്മസമരത്തിന്റെ പോരാളിയെന്ന് ജസ്റ്റിസ് PV സാവന്ത് അടക്കമുള്ളവർ വിശേഷിപ്പിച്ച പോരാളി ടീസ്റ്റ ഇന്നും ഭീഷണിയും അറസ്റ്റും അടിച്ചമർത്തലും ഒക്കെ അതിജീവിച്ച് ഗുജറാത്ത് കലാപത്തിന്റെ ഇരകൾക്കായുള്ള തന്റെ പോരാട്ടത്തിൽ 2 പതിറ്റാണ്ട് പിന്നിടുകയാണ്.